ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പഠനം ഭാരമായി കൊടുക്കരുത്. പഠനം മാത്രമല്ല, പ്രാക്ടീസുകളും. പലപ്പോഴും നമ്മൾ മുതിർന്നവർക്ക് ചില പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ വലിയ മാറ്റമുണ്ടാകുന്നു എന്ന് സ്വയം തോന്നാറുണ്ട്, ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ നമുക്കുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കുഞ്ഞുങ്ങൾക്കുണ്ടാകണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന രീതിയാണ് അവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്താണെന്നാൽ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, അവർക്ക് ഫോൺ, ഗെയിം, എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന്. പക്ഷേ സത്യം അതല്ല. കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, അവർക്ക് പഠിപ്പിക്കുന്ന രീതിയാണ് ഇഷ്ടമില്ലാത്തത്. നമ്മൾ പറയുന്ന രീതി അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം കാലം മാറി, കുഞ്ഞുങ്ങളുടെ ജനറേഷൻ മാറി. ഒരു കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമുള്ളതുപോലെ കണ്ടുപിടിക്കാൻ ഇഷ്ടമുണ്ടാവും, വരയ്ക്കാൻ ഇഷ്ടമുണ്ടാവും, ചോദിക്കാൻ ഇഷ്ടമുണ്ടാവും, സ്വയം പരീക്ഷിക്കുവാനുള്ള സ്വാഭാവിക ആവേശം ഉണ്ടാവും. അത് നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. ഇത് പഠിക്കണം എന്ന് നമ്മൾ അവനെ നിർബന്ധിക്കുമ്പോൾ അവൻ പിന്നോട്ട് പോകും. ഇത് നോക്കൂ, നമ്മൾ ഒന്ന് ചേർന്ന് ഇതിനുത്തരം കണ്ടെത്താമോ എന്ന് ചോദിച്ചാൽ മുന്നോട്ട് വരികയും ചെയ്യും. പഠനം ഒരു ഭാരമല്ല, അതൊരനുഭവമാവണം, അതൊരു യാത്രയാണ്. കുഞ്ഞിൻ്റെ മനസ്സ് തുറക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: കുഞ്ഞിൻ്റെ ഇഷ്ടത്തിലേക്ക് പഠനത്തെ ചേർക്കുക, കുഞ്ഞിൻ്റെ ഇഷ്ടത്തിലേക്ക് പ്രാക്ടീസുകളെ ചേർക്കുക. കുഞ്ഞിനറിയില്ല ഇന്ന ഇന്ന കാര്യം ആവർത്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാവുമെന്ന്. നമുക്കത് ആവർത്തിച്ച് ചെയ്തതുകൊണ്ട് റിസൾട്ട് ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇഷ്ടം കുഞ്ഞിൻ്റെ മേൽ പിടിവാശിയായി അടിച്ചേൽപ്പിക്കരുത്. കാരണം കുട്ടി അതിൽ ആസ്വാദനം കണ്ടെത്തേണ്ടതുണ്ട്. പഠനത്തിലാണെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ ആസ്വദിച്ച് പഠിച്ചാൽ പഠനമല്ല അവിടെ ഉണ്ടാവുക, കുട്ടിയുടെ വളർച്ചയാണ്, ഇൻറ്റേണലായിട്ടുള്ള വളർച്ചയാണ്. നിങ്ങളുടെ കുട്ടി എന്തിലാണ് എക്സൈറ്റഡ് ആകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ നിന്നാണ് അവരുടെ ഫ്യൂച്ചർ ആരംഭിക്കുക. അതുകൊണ്ട് കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് നിരീക്ഷിക്കുക. നമുക്ക് ഇന്ന് കുട്ടിയുടെ ആ എക്സൈറ്റ്മെൻറ്റ് പോയിന്റിന് നന്ദി പറയാം.